അപ്പോൾ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഫസ്റ്റ് പറയാറ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നല്ലോ, ഡ്രസ്സിൻ്റെ കളക്ഷനും ഒക്കെ കാണിച്ചിരുന്നില്ലേ. അപ്പോൾ അതിൽ കുറച്ച് പേര് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കത് എന്ത് ചെയ്യണം, കൊറിയർ അയക്കണം. കൊറിയർ അയക്കാൻ പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓരോ ഓർഡർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോയിട്ട് വേഗം കൊറിയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് 6 കിലോമീറ്ററോളം എന്തായാലും പോകണം. 6 കിലോമീറ്ററിന് പോകണം പോസ്റ്റ് ഓഫീസിലേക്ക്. ഓരോ ഓർഡർ വരുമ്പോഴും പോസ്റ്റ് ഓഫീസിലേക്ക് ഓടാൻ പറ്റില്ല. നമ്മളൊരു കുറച്ച് പീസുകളായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അത് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ എന്താ നമ്മൾ ഓർഡർ കുറച്ച് പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് ഓണത്തിൻ്റെ ആ സമയമാകുമ്പോഴേക്കും കൊടുക്കാന്നുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഓർഡർ തന്നത് ആരാന്നറിയോ? കണ്ണൂരുള്ള പ്രേമവല്ലി ചേച്ചി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അവരാണ് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവർക്ക് എന്തെങ്കിലും നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് കൊടുക്കാമെന്നാണ്. അപ്പോൾ അതിനേക്കാളും ഉപകാരം എന്തായിരിക്കും? സ്കൂളിലൊക്കെ പോകുമ്പോൾ സാരി ആയിരിക്കില്ലേ ഉപകാരം ഉണ്ടാവുക. അപ്പോൾ എന്ത് നോക്കണം, നിങ്ങൾ എന്തെങ്കിലും പറയേ. സാരി ആയിരിക്കില്ലേ ഉപകാരം ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മുടെ സന്തോഷം കേട്ടോ. നമ്മൾ കാരണം ഒരുപാട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ പറഞ്ഞൊരു കാര്യമല്ലേ. അപ്പോൾ അത് ഏതാണ് എടുക്കുന്നത് അതിന് അനുസരിച്ച് കൊടുക്കുന്നതാണ് നമ്മളെന്ന് പറഞ്ഞത്. അല്ല അങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്. എന്താ വെച്ചാൽ ആ സെറ്റ് മുണ്ടിനനുസരിച്ച് ഒരു മാല കൊടുക്കാൻ, നല്ല മാല കൊടുക്കാൻ പറ്റില്ല. സെറ്റ് മുണ്ടല്ലേ, സെറ്റ് സാരിക്കാകുമ്പോൾ ഉള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഗ്രാൻഡ് ആവും. സിമ്പിളായി പോകും. അപ്പോൾ അതിനെക്കാളും എല്ലാം കൊണ്ടും നല്ലൊരു സാരിയാണ്. അതാവുമ്പോൾ എന്താണെന്നറിയോ, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് പോവുകയും ചെയ്യാലോ, ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സാരിയാണ് ഈ സാരി കാണിച്ചു കൊടുക്കട്ടത്. അപ്പോൾ ഈ ഒരു സാരി ഇതാ, ഇത് 2 ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കളറാണ് എനിക്ക് കണ്ടോ, ഈ ഒരു കളറ്. പിന്നെ ഇതിൻ്റെ ഇതാ മുന്താണി ഈ ഒരു കളറ്, ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു കളർ കേട്ടോ, കണ്ട. പിന്നെ എന്താ, ഇത് പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇങ്ങനത്തെ സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അല്ലേ? കാരണം ഇതാണ്ടോ നിങ്ങൾക്ക് ഇതിൽ എന്ത് കളർ, ഇതൊരു വയലറ്റ് ഷെയ്ഡും തോന്നുന്നുണ്ട്. പിന്നെന്താ ഒരു എന്ത് കളർ അയച്ചു, ഗോൾഡ് ഷെയ്ഡും തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഭാഗം 2 ഭാഗം ഇവിടെ കണ്ടോ, നല്ല വീതിയുള്ള കസവൊക്കെ ഇട്ട് രണ്ട് വെയിലത്ത് നിൽക്കുന്ന സമയത്ത്, വെയിലത്തൊക്കെ നമ്മളിങ്ങനെ ഉടുത്തൊക്കെ നിൽക്കുമ്പോൾ കണ്ടോ നല്ല തിളങ്ങും. പിന്നെ ഇത് എൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് വേഗം ഉടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഒരു സന്തോഷമായിട്ട് കൊടുക്കണത്, അല്ലേ? അപ്പോൾ പിന്നെ ഇതിൽ കുറച്ച് പേരോട് സോറി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ കുറേ പേര് മെസ്സേജ് ഇട്ടത് നമ്മൾ മെസ്സേജ് കണ്ടില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ആദ്യം വാങ്ങണമായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ അത് വാട്സപ്പിൽ എല്ലാവർക്കും അറിയാം, വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാലോ. കുറച്ച് 1-2 മെസ്സേജ് വരുന്നവരെയല്ല, 100 കണക്കിന് മെസ്സേജുകൾ വരുമ്പോൾ ഒന്ന് അടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കത് വായിക്കാൻ ചിലപ്പോൾ എത്തുന്നില്ല. കാരണം ഒരു ഫോണിലാണ് അതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഒന്ന് നോക്കുമ്പോഴേക്കും ആരെങ്കിലും വിളിക്കും, അപ്പോൾ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ നോക്കി മെസ്സേജ് താഴത്തേക്ക് പോയിട്ടുണ്ടാവും, അപ്പോഴേക്കും ചിലപ്പോൾ വേറെ കുറേ മെസ്സേജ് മേലെ കയറിയിട്ടുണ്ടാവും. അങ്ങനെ മിസ്സായി പോകണമാണ് കേട്ടോ, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കുന്നതല്ല. ഇന്നലെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ അനിയ ഇരുന്ന് നോക്കിയിരുന്നു കേട്ടോ ഫോണില്. കാരണം പറ്റണതിനൊക്കെ മറുപടി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ കുറേ ഓർഡറുകൾ വന്ന് കിട്ടുന്നുണ്ട്. അതിനൊന്നും റിപ്ലൈ കൊടുത്ത് എത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 4 ആൾ ആക്റ്റീവായിട്ട് തന്നെ ഫുൾ ടൈം ഇതിലേക്ക് നിൽക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്ന വീഡിയോകൾ മാക്സിമം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് സമയമില്ല. ഇപ്പോൾ ഓർഡറുകൾ വരുമ്പോൾ അവർക്ക് റിപ്ലൈ കൊടുക്കാണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷെ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ ഇതിലൊരു 2 പ്രശ്നങ്ങൾ. പ്രത്യേകിച്ചൊരു കാര്യം കൂടി പറയാണ്ട്, ബിന്ദു ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സാരി എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ 3 സെറ്റ് കൊണ്ട് എടുത്തു കേട്ടോ, ആർക്കെങ്കിലും കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നമുക്കറിയാം ശരിക്ക് തുണിയുടെ ആവശ്യത്തിനല്ല പലരും തുണി എടുക്കുന്നത്, നമ്മുടെ അടുത്ത് വാങ്ങുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ. അത് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോരുത്തർ തുണി ഓർഡർ തരുന്നതും. നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും കണ്ടാലേ അറിയാം, ഗുജറാത്തിൽ കേട്ടാലേ അറിയാം.
അപ്പോൾ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രസി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 3 സെറ്റ് കൊണ്ട് ഒപ്പം എടുത്തു കേട്ടോ. ഇതിൽ ഞാൻ നിങ്ങൾക്കില്ലേ 3 കൂടി കാണിച്ചു തരാം കേട്ടോ. 2 സെറ്റ് സാരിയും അതേപോലെ തന്നെ ഒരു സെറ്റ് കൊണ്ടും കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ അത് എത്രത്തോളം എന്താ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ശരിക്കും അത് ഡ്രസ് ചെയ്ത് കാണുമ്പല്ലേ അത് ഭയങ്കര ഭംഗിയായില്ല. കാരണം നമ്മളത് അവിടെ അങ്ങനെ കണ്ടിട്ട് അത് ഡമ്മിക്ക് ഇട്ട് വെച്ചിരുന്നതാണ്. അത് കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ അത് എടുത്തത്. കാരണം നല്ല രസമുള്ള പക്ഷെ തുണി ഇങ്ങനെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. പക്ഷെ ഉടുത്തു കഴിഞ്ഞാൽ വൃത്തിയുണ്ട്. അപ്പോൾ എന്താ ചില കൂട്ടുകാർക്ക് അത് വീഡിയോ കൂടെ എത്രത്തോളം വ്യക്തമായി കാണാൻ പറ്റിയോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമായ ചിലപ്പോ എന്താ അറിയോ, എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോ ഒരു പക്ഷേ അത് അത്ര ശ്രദ്ധ പോയിട്ടുണ്ടാവില്ല എനിക്ക്. ഇതാ ഈ സാരി കണ്ടോ? ഈ സാരി എന്താ നമ്മൾ ഫോണിലല്ലേ വീഡിയോ എടുക്കണത്, അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇതിലൊരു ഇത് ചെറിയ ഗോൾഡൻ, നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ ചെറിയൊരു ഗോൾഡൻ അല്ലേ, ആ ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതിൽ ഗോൾഡൻ ഇതാ ഈ പ്രിന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസ് വരുന്നത് കണ്ടോ? ബ്ലൗസ് വരുന്നത് ഈ ഒരു ഇതാ കണ്ടോ? ബ്ലൗസ് ഇതാ പിങ്ക് കളറാണ്. ഇതേ സെയിം തന്നെയാണ് നമ്മുടെ എന്താ ബ്ലൗസും മുന്താണിയും വരുന്നത് സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതാ അല്ലല്ല ബ്ലൗസ് വരുന്ന വ്യത്യാസമുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ ഡിസൈൻ ഇതാണ് കണ്ടോ? ഇതാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത്. ഇത് മുന്താണിയുടെ ഡിസൈൻ. ആദ്യം ആയതുകൊണ്ട് ചില എന്താ ഇങ്ങനെ പറയാ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സാരിയുടെ കാര്യം കാര്യമായിട്ട് ഫോട്ടോയിലും പറഞ്ഞിട്ടില്ല, വീഡിയോയിലും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് ഡെയിലി ഇപ്പം എൻ്റെ നമുക്ക് ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ അമ്മമാരൊക്കെ അല്ലേ, അമ്മമാർക്കൊക്കെ കോട്ടൺ സാരി കൊടുക്കുന്ന അമ്മമാരുണ്ടാവുമല്ലോ, അമ്മമാർക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാരിയും ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇതിന്റെ തന്നെ പല കളറുകൾ. ഇപ്പൊ ഇത് കണ്ടോ? ഇത് ഓഫ് വൈറ്റ് വൈറ്റ് ആണ്, പ്യൂർ വൈറ്റ് ആണ്. അത് നമ്മള് വീഡിയോയിലെ കൃത്യമായിട്ട് കാണിച്ചില്ല. ഇപ്പൊ ഇത് അത് ആ സമയത്ത് എല്ലാം കൂടി തിരക്കൂട്ടിട്ട്, കാരണം നമുക്ക് സമയമില്ലായ്മയുടെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ, ഇത് കാണിച്ചത്. കാരണം എന്താ വെച്ചാല് ഇത് കോട്ടൺ സാരിയാണ്, അതേപോലെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ഇതും ഇതേപോലെ തന്നെ, അതിന്റെ ആ കളറല്ല, ഇതൊരു വെള്ള കണ്ടോ, വൈറ്റ് ആണ്. ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് നമ്മള് ഇത് ബ്ലൗസ് പീസിന്റെ ഡിസൈൻ കാണിച്ചിട്ടില്ല. ഇതാ കണ്ടോ, ഈ ഒരു ഇതാണ് ഡിസൈൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാന് ഇനി ഒരു ബ്ലൗസ് അടിച്ചിട്ട് സാരി ഉടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒന്നും കൂടി റീൽ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം അതിനൊന്നുള്ള സമയം കിട്ടിയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്തു വെച്ചത്. ഇതാണ്ടോ, ഇത് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാരി നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് അങ്ങനെ നാശമായി പോയിട്ടോ. കാരണം നമ്മൾ നൂർത്തി പിന്നെ മടക്കാൻ നോക്കുമ്പോൾ മടക്കാൻ പറ്റണില്ല. അപ്പൊ അത് കാരണം ഒന്ന് നാശമായി പോയി. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പൊ ഇനി സാരി ഉടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു വർക്ക് ഇതും തന്നെ പല കളറുകളിൽ വരുന്നതാണ്. ഇതും തന്നെ കേട്ടോ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. എന്താ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. ഇത് മാത്രം ഓർഡർ പോയില്ല, ബാക്കി എല്ലാ സാരിയും പോയപ്പോ ഓർഡർ പോയതിന് കാരണം ഇതിന്റെ ഫോട്ടോയിലും കാണിച്ചില്ല, വീഡിയോയിലും ഇതിന്റെ വൈറ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തില്ല, കാണിച്ചില്ല. ഇത് കണ്ടാലല്ലേ ഇത് നമ്മൾ കാണിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഭഗവാനെ ഇത് മാത്രം പോവാത്തതെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ട് പറഞ്ഞു വെച്ചാൽ ഇതിൽ 3-4 കളറുകൾ സെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫുൾ വരുന്നതില്ലേ, ഇതാ കണ്ടോ, ഫുൾ വരുന്നത് ഗോൾഡൻ വർക്ക്. അപ്പോൾ ഇതാ കണ്ടോ, ഇത് ചിലവർ ചോദിച്ചിരുന്നു വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതോ എന്താ തടിയുള്ളവർക്കും ഉയരമുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചിരുന്നു. ഞാൻ അത്യാവശ്യം തടിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഉയരമുള്ള ആളാണ് കേട്ടോ. ഞാൻ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. എനിക്കിത് സെയിമാണ്. ഇനി എന്നെക്കാട്ടിലും തടിയുള്ളവർക്കാണ് വെച്ചാലും പറ്റുന്നതാണ് കേട്ടോ അവർ പറഞ്ഞത്. കാരണം ഇത് എന്താ കണ്ടോ, ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു വീട്ടിൽ വന്നിട്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ, അടുത്തെന്നല്ല കുറച്ച് പാലക്കാട് ആ ഭാഗത്തൊക്കെ ഉള്ളവർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു വീട്ടിൽ വന്നിട്ട് വാങ്ങാന്നുള്ളത്. നിങ്ങൾ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരണേ. കാരണം നമുക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ പുറത്ത് പോകും. പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ അവസ്ഥ
പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇനി സാധനങ്ങൾ വരാനുള്ളതും അത് കളക്ട് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓർഡർ എടുക്കാനുള്ളതും ഓർഡർ കൊടുക്കാനുള്ളതും ഒക്കെ ഇതിനിടെ കൂടെ നടക്കുന്നുണ്ട്. ഇതും തന്നെ ഇതാ കണ്ടോ സാരി. ഈ സാരി ഇതിൽ കാണിച്ചു. ഇതിലിവിടെ ഇങ്ങനെ വർക്കൊക്കെ വരുന്ന ഈ സാരിയും ഒരു കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസുകൾ കണ്ടോ, പല കളറുകളിലുള്ള ബ്ലൗസുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഇവിടെ ഈ പൂവിൽ വരുന്ന ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ ഇതും നമ്മളിൽ നേരെ വ്യക്തമായിട്ട് കാണിച്ചില്ലേ എന്തോന്നറിയില്ല. ഇത് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സാരി ഉടുത്ത് നിർത്തി. അപ്പോൾ അത് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കണ്ടപ്പോൾ തന്നെ ഈ എന്താ അവിടെ ഇങ്ങോട്ട് കയറ്, അവളവിടെ ഡെമ്മിയായിട്ട് അപ്പോൾ ഇതും എന്താ നല്ല വർക്ക്. ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കും ഇതിലെന്താ നിങ്ങൾ കളർ പറയാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കുറേ 2-3-4 കളറുകൾ ചേർന്നതായതുകൊണ്ട് ഏതാണോ കളർ പറയേണ്ടതെന്ന് അറിയില്ല. ഇത് സെപ്പറേറ്റ് വിത്ത് ബ്ലൗസ്. നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി തോന്നി. അതാണ് ഇത് അവിടെ ഉടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് എന്താ നമ്മള് എല്ലാതും നല്ലതാട്ടോ, നമ്മള് ഒന്നിനും കുറ്റം പറയാൻ പാടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കളറ് ഇതാട്ടോ. കണ്ടോ കണ്ടോ അപ്പൊ ഈ ഒരു കളർ ഓണം കളറ് ഒഴിവാക്കാതിരുന്ന കാരണം എന്താ വെച്ചാൽ നമ്മളെടുത്തതൊക്കെ ഒരേ ഒരു പാറ്റേണിൽ എടുത്തല്ലേ, അതിന് കുറച്ച് മാറ്റിയിരുന്നോട്ടെ മാറ്റിയെടുത്താണ്. എന്താണ് ഒന്നും മിണ്ടാത്തത്? നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്താ പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളില്ലേ കാരണം ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിച്ചാൽ നമുക്കൊരു നമ്മളെല്ലാ കാര്യം പറയണല്ലേ. നമ്മളിപ്പോൾ ഫാൻസി സാരി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സെറ്റ് സാരി തന്നെ ഒരുപാട് നമ്മുടെ കയ്യിൽ ബാക്കി വന്നു കഴിഞ്ഞു വെച്ചാൽ അറിയാലോ കൂട്ടുകാർക്ക്. അപ്പൊ അത് കാരണമാണ് പിന്നെയും നമ്മൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കണം കേട്ടോ. ചില അമ്മമാർ ഇപ്പൊ ഇന്നലെ ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വാട്സപ്പ് ഇല്ല, നമ്പർ എവിടെ നിന്ന് കിട്ടി പറഞ്ഞപ്പോൾ നമ്പർ ഒരു കുട്ടി എടുത്തു കൊടുത്താണ്. എനിക്ക് വാട്സപ്പ് ഇല്ല, എനിക്ക് സാരി കണ്ടിട്ട് സാരി ഇഷ്ടമായി, എന്താ സാരി എങ്ങനെ വാങ്ങുക ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. അപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്ത അമ്മമാരാണ് കേട്ടോ. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഇത് പറഞ്ഞു പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് എന്താ എവിടെയാണ് അങ്ങനെ നമ്മുടെ അടുത്ത് വാങ്ങാൻ ആഗ്രഹമുള്ള കുറേ അമ്മമാരുണ്ട്. പെൻഷൻ കിട്ടിയത് സങ്കടം വന്നു കേട്ടോ. അമ്മമാർക്ക് കൈവിടാൻ പറ്റില്ല എന്നുള്ളത് അതല്ല രസം ഉണ്ടായത്. പെൻഷൻ കിട്ടിയിത്രേ, ഒരാഴ്ച മുമ്പ് 2000 രൂപ പെൻഷൻ ഇല്ലേ, ആ പെൻഷൻ കിട്ടി. അപ്പോൾ വീഡിയോ എവിടുന്ന കാണല് ഇത്രയെന്ന് അറിയോ, മക്കള് TV-യിൽ കാണുമ്പോൾ കണ്ടിട്ട് അവരുടെ മനസ്സിൽ അവർ പറയാണ് നമ്മുടെ അങ്ങനെ പകർത്തി വെച്ച പോലെ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നല്ല അവര് വിളിച്ച് സംസാരിച്ചപ്പോൾ. അപ്പോൾ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് അമ്മി നന്നായിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും എനിക്കത് ഏറ്റവും ഭയങ്കര ഇതായി. എൻ്റെ അടുത്ത് ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വിളിച്ചിട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതന്നെയല്ലേ ഏറ്റവും വലുത് അല്ലേ. അപ്പോൾ അതാണ്. പിന്നെ എൻ്റെ വിജയമ്മ ഇന്നലെ വൈകുന്നേരത്ത് കുറേ ദിവസമായിട്ട് നമ്പറൊന്നും ഇല്ലാതെ എവിടെ നിന്നൊക്കെ തേടി പിടിച്ച് എന്നെ വൈകുന്നേരത്ത് വിളിച്ചിട്ട് 2 ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഇനിയിപ്പോൾ ഒരുപാട് നിങ്ങളോട് നമ്മളെ ഒരു കാര്യവും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണ്ട. പലരും ചിലപ്പോൾ തിരക്കിലായി പോയി. ശരിക്കും നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നവരൊക്കെ സാധനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും 2 പ്രാവശ്യം കൊണ്ടുവരണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു രസം കൂടി ഉണ്ടായി. എന്താണെന്നറിയോ, ഞാൻ വിളിച്ചിട്ട് ഞങ്ങള് തലേ ദിവസം മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ പിറ്റേ ദിവസമല്ലേ റിപ്ലൈ തന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ എന്താ സമയമല്ലേ എന്ന് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി ഏട്ടൻ നേരത്തെ തന്നില്ലേ. ഇപ്പോൾ ചില സമയത്ത് വിളിക്കുമ്പോൾ അനിയനെ കിട്ടും, ചില സമയത്ത് വിളിക്കുമ്പോൾ വോയിസ് അല്ല. ഇതെന്തെന്നറിയോ, നമ്മളിപ്പോ ആരാണോ ഒഴിവുള്ള അവരുടെ കയ്യിലെ ഫോൺ ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരാൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഓർഡർ നോക്കുക, ഒരാൾ വില നോക്കുക, ഒരാളെ പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇതിൽ കൂടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ തനിയെ റേറ്റ് ഒരേപോലെ റേറ്റ് ഇട്ട് വെച്ചിരിക്കില്ലല്ലോ, എല്ലാം ഓരോരോ റേറ്റ് അല്ലേ. അപ്പോൾ ഒരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സമയത്ത് വിളിക്കുമ്പോൾ ഒരു കോള് ഒരാളെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കുക ചിലപ്പോൾ വേറെ ആളായിരിക്കും. പിന്നെ നമ്മുടെ കയ്യില് സിസ്റ്റം എന്താ കമ്പ്യൂട്ടർ കാര്യങ്ങളൊന്നുമില്ല, നമ്മള് സാധാ ഫോണിലാണ് കേട്ടോ. എന്താ വെച്ചാൽ
നമ്മളൊരു സാധാ ഫോണിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ കുറെ കുറവുകൾ ഉണ്ടാവും. അപ്പോഴേ അതൊക്കെ പോട്ടെ, ഫസ്റ്റത്തെ പാക്ക് ചെയ്യും, അത് വീഡിയോയിൽ കാണിക്കുക, ബാക്കിയൊക്കെ പിന്നെ സമയം പോയി. നമ്മുടെ കുഞ്ചൂസ് ഫാഷന്റെ കണ്ടോ താങ്ക് യു കാർഡ്. അടുത്തതിൽ നമ്മുടെ നമ്പർ വെക്കട്ടെ നമ്മള് അടുത്ത പ്രാവശ്യം. അപ്പോൾ ഇതാ രണ്ടും പാടല്ലേ, അപ്പോൾ നമ്മുടെ ഐശ്വര്യാണ്. ഇതാണ് കേട്ടോ പ്രശ്നം, സാരി നൂർത്തി കഴിഞ്ഞ ഒരു രക്ഷയില്ല. സാരിയില്ലേ നൂർത്തി കഴിഞ്ഞ വെച്ചാ മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഇതും കൂടി അതിലിട്ട് അല്ല അത് വേറെ മതിയാ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഓർഡർ ഉണ്ടത്. അത് മടക്കി എന്താ ചെയ്യണ്ടെന്ന് അറിയണില്ല, എങ്ങനെയെന്ന് പറയാം. എല്ലാരും പാടെ കടന്ന് വിറകുന്നുണ്ട്. അതെന്താ പറയാ, നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റേ കവർ വാങ്ങിയില്ലേ, ഇനി നമ്മള് കവർ വാങ്ങിയത് മാറിപ്പോയതാണ്. നമുക്കത് എന്താ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കത്രിക ഇങ്ങനെ ഒരു സിബുവാറിന്റെ ഒരു പോലുള്ളൊരു കവറുണ്ട്. കത്തിരിട്ട് ഫസ്റ്റത്തെ ഓർഡറല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും, കഴിയുമ്പോ ശരിയായി. അമ്മേനെ കാണാത്ത എന്താ വെച്ചാ അമ്മയ്ക്ക് പല്ലുവേദന ആയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ അമ്മേനെ കാണാത്തത്. ഇതാ ഒറ്റ താങ്ക് യു എഴുതിക്കോ കൈ ഇഷ്ടം കൊണ്ട്. ഇത് പരിചയമില്ലാത്തോണ്ടുള്ള പണി ചില്ലറ. പിന്നെ അപ്പോൾ ഇതെന്താ വെച്ചാൽ നേരത്തെ കാണിക്കാത്ത ഇതിൽ അഡ്രസ്സ് കാണുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാളും പാടെ ചെയ്തോളിയും. ചെയ്യ് വാ ചെയ്യ് വാ. ഇതില് ഇതിലും കൈകൊട്ടണോ? പിന്നെ ഉദ്ഘാടനം ചെയ്ത് കൈകൊട്ടണ്ടേ ഇല്ലേട്ടാ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അമ്മു ഇതാണ് ഏറ്റവും ഫസ്റ്റത്തെ ഓർഡറിന്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയപ്പോൾ നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത് എന്താ അനിയനാണ്. അപ്പോൾ അതാ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പിന്നെ ഓരോരോ ഫാമിലികൾ വന്നു. നമ്മുടെ എന്താ വെച്ചാൽ വീട്ടിലുള്ളവർ തന്നെയല്ലോ നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൈ കൊട്ടണ്ടേ? ഇങ്ങനെ സൗണ്ട് ഇല്ലാണ്ടല്ലോ, സൗണ്ട് ഉണ്ടായി കൈ കൊട്ടണം. നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ പറയുകയാണെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അല്ലേ, തുടർന്ന് സപ്പോർട്ടും വേണം. ഫസ്റ്റത്തെ ഓർഡറാണ് എന്തായാലും. ഫസ്റ്റത്തെ ഓർഡർ ഒരു രീതിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അങ്ങനെയല്ല, നമ്മളിത് തുടങ്ങണം. അതിന്റെ ഇത് അറിയണമെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെല്ലാവരും സംരംഭം തുടങ്ങിയിട്ട് ഇതേപോലെ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോഴായിട്ട് സന്തോഷം. നമ്മളിതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എത്രയെന്നുള്ളത് അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇന്നലെ വൈകുന്നേരത്തെ അടക്കം ഏട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ട്. എന്താണെന്നറിയോ, നമ്മളെ വിശ്വസിച്ചിട്ട് പൈസ കടം വാങ്ങി ചെയ്യുമ്പോൾ അതിന്റെ ഇത് മൊത്തം വിറ്റുപോയാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. ഇന്നലെ ഏട്ടൻ പറഞ്ഞാണ് രാത്രി കിടക്കുമ്പോ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇത് ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ. ഇത് സന്തോഷം തന്നെയാണ് ചേട്ടാ, എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു സന്തോഷമാണ്. നമ്മളൊരു കാര്യത്തേക്ക് അത് ഇന്നത്തെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് അത് കാര്യത്തേക്ക് ഇറങ്ങിയിട്ട് അത് എവിടെ എത്താതെ പോകുമ്പോ അതൊരു സങ്കടം തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന്
സാരി പിന്നെയും കാണിച്ചതെന്ന് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു എന്നല്ലോ. ബാക്കിയുള്ളതും കൂടി നമുക്ക് പാക്ക് ചെയ്യാം. പാപ്പാ ഇതെങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇത്. അപ്പോഴേ എന്ത് പറയുന്നല്ലേ, രണ്ടാമത്തേത് നമ്മളിങ്ങനെ ഇതാ പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വേണ്ടവർ, നമ്മൾ വീഡിയോ നിർത്തുകയാണേ, ഇനി വേണ്ടവർ എന്താ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ്. നമ്മുടെ എത്ര കാലത്തെ സ്വപ്നം അറിയോ ഇങ്ങനൊരു പാക്കിംഗ് എടുക്കാൻ, വലിയൊരു സ്വപ്നമായിരുന്നു. എന്തായാലും അത് നടന്നു. ദൈവം അതിനൊരു അവസരം തന്നു. ദൈവം നിങ്ങളതിനൊരു അവസരം തന്നു. ദൈവം ഒരു അവസരം തന്നു, കാണിച്ചു തന്നു, നിങ്ങളതിന് ഒരു അവസരം തന്നു അല്ലേ. അപ്പൊ നമ്മള് വിശേഷം നിർത്തുകയാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് പാക്ക് ചെയ്തിട്ട് അയക്കാണ്ടേ. അപ്പോൾ വേണ്ടവര് നമ്മുടെ താഴെ നമ്മൾ നമ്പർ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് മെസ്സേജ് അയക്കൂ. അതെ, വാട്സപ്പ് നമ്പർ കൊടുക്കുക. വാട്സപ്പ് കൂടെ ഒന്ന് അറിയിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കാം.